യേശുവാണ് തന്റെ കുടുംബത്തിന്റെയും കരിയറിന്റെയും അടിസ്ഥാനം. സീസൺ റെക്കോർഡിട്ട ബേസ്ബോൾ താരം ആരോൺ ജഡ്ജ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. 2 കൊറിന്തോസ് 5:7 എന്ന ബൈബിൾ വാക്യവും നെഞ്ചിലേറ്റി ഈ സീസണിന് ആരംഭം കുറിച്ച ന്യൂയോർക്ക് യാങ്കീസിന്റെ അമേരിക്കൻ പ്രൊഫഷണൽ ബേസ്ബോൾ ഔട്ട്ഫീൽഡർ ആരോൺ ജഡ്ജിന് ഇത് നേട്ടങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡിട്ട സീസൺ. ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്ന ഈ സീസണിലെ അവിശ്വസനീയമായ പ്രകടനത്തിലൂടെ താരം അക്ഷരാർത്ഥത്തിൽ ആരാധകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ക്രിസ്തുവിശ്വാസമാണെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. തന്നെ ദത്തെടുത്ത് വളർത്തിയ തന്റെ മാതാപിതാക്കളും തന്റെ ക്രിസ്ത്യൻ വിശ്വാസവുമാണ് തന്റെ ഈ വിജയത്തിന്റെ പിന്നിലെന്ന് 30-കാരനായ ഈ യാങ്കീസ് താരം പറയുന്നു. വെയ്നെ പാറ്റി ദമ്പതികൾ ആരോണിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും ജനിച്ചപ്പോൾ തന്നെ ദത്തെടുത്തതാണ്. ദൈവമാണ് തങ്ങളെ ഒരുമിപ്പിച്ചതെന്നാണ് ഇതിനെക്കുറിച്ച് ആരോണിന് പറയുവാനുള്ളത്. ആരോണിന്റെ 10 വയസ്സുവരെ മാതാപിതാക്കൾ അവനെ ദത്തെടുത്തതാണെന്ന് അറിയിച്ചിരുന്നില്ല. എന്നാൽ 10 വയസ്സായപ്പോൾ മുതൽ അവൻ "ഞാൻ കാണാൻ നിങ്ങളെപ്പോലെ അല്ലല്ലോ" തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അവസാനം അവർ അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. താൻ ദത്തെടുക്കപ്പെട്ടവനാണെന്നറിഞ്ഞതിൽ തനിക്ക് യാതൊരു വിഷമവും തോന്നിയിരുന്നില്ല എന്ന് പറഞ്ഞ ആരോൺ, അവരാണ് തനിക്ക് അറിയാവുന്ന തന്റെ മാതാപിതാക്കളെന്നും കൂട്ടിച്ചേർത്തു. സ്നേഹവും പിന്തുണയും നൽകുന്ന മാതാപിതാക്കളെ ലഭിച്ച താൻ എത്രമാത്രം അനുഗ്രഹീതനാണെന്ന് ആരോൺ പറയുമ്പോൾ അവനേക്കാളും ശരിക്കും തങ്ങളാണ് അനുഗ്രഹീതർ എന്നാണ് അവന്റെ അമ്മ പറയുന്നത്. 2 കൊറിന്തോസ് 5:7 പറഞ്ഞിരിക്കുന്ന വാക്യമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈബിൾ വാക്യമെന്ന് താരം പറയുന്നു. ഈ ബൈബിൾ വാക്യമനുസരിച്ച് ജീവിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുകളിലിരിക്കുന്നവനിലും അവൻ നമുക്കായി കരുതി വച്ചിരിക്കുന്നവയിലും വിശ്വസിക്കുക. നമ്മെ ചുറ്റിപ്പറ്റി എന്താണുള്ളതെന്ന് നമുക്കറിയില്ല. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ നമ്മളെ ശരിയായ ദിശയിൽ നയിക്കുമെന്നും ആരോൺ പറയുന്നു. 65 ഹോം റൺ എന്ന റെക്കോർഡ് നേട്ടം കൈവരിക്കുവാനുള്ള ശ്രമത്തിലാണ് ആരോൺ. 2013 ഇദ്ദേഹം ന്യൂയോർക്ക് യാങ്കീസിന് വേണ്ടി കളിച്ചു തുടങ്ങുന്നത്. 2017 അമേരിക്കയിലെ ഏറ്റവും മൂല്യമുള്ള കളിക്കാരനായി ആരോൺ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.